പ്രമേഹ രോഗികൾക്ക് കാലിൽ ചെറിയൊരു മുറിവ് പറ്റി. അടുത്ത് ഒരു ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഇല്ല. പലരും ചെയ്യുന്ന വലിയ തെറ്റ് എന്താണെന്നറിയാമോ? ചെറിയ മുറിവല്ലേ എന്ന് കരുതി കാത്തിരിക്കുക. പക്ഷേ പ്രമേഹം ഉള്ളവരിൽ ചെറിയ മുറിവ് പോലും ഇൻഫെക്ഷൻ ആയി മാറാനും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഫുഡ് സ്പെഷ്യലിസ്റ്റ് അടുത്തില്ലാത്ത സമയത്ത് വീട്ടിൽ ചെയ്യേണ്ട സേഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് ആണ്. 1. മുറിവ് പറ്റിയ കാലിൽ നടക്കുന്നത് ഉടൻ കുറയ്ക്കുക. കാരണം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ വുണ്ടിൽ പ്രഷർ കൂടും, മുറിവ് വലുതാകും. സാധ്യമാണെങ്കിൽ ഇരിക്കുക, കാല് ഉയർത്തി വെക്കുക. മുറിവുള്ള ഭാഗത്ത് പ്രഷർ വരാതിരിക്കുക. 2. മുറിവ് ശുദ്ധജലത്തിൽ കഴുകുക. മുറിവിൽ മണ്ണ്, പൊടി, ചെളി, അഴുക്ക് എന്നിവ ഉണ്ടെങ്കിൽ ആദ്യം ക്ലീൻ റണ്ണിംഗ് വാട്ടർ ഉപയോഗിച്ച് സാവധാനം കഴുകുക. ചുറ്റുമുള്ള ഭാഗത്ത് മാത്രം മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കാം. ചൂടുവെള്ളം ഉപയോഗിക്കരുത്. പ്രമേഹ രോഗികൾക്ക് സെൻസേഷൻ കുറവായിരിക്കാം, പൊള്ളൽ അറിയാതെ സംഭവിക്കാം. 3. മുറിവ് മൂടുക. മുറിവ് കഴുകിയ ശേഷം ക്ലീൻ ഗോസ് അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ഉപയോഗിച്ച് മൂടുക. കോട്ടൺ നേരിട്ട് മുറിവിൽ വെക്കരുത്. കോട്ടൺ ഫൈബർ വുണ്ടിൽ ഒട്ടിപ്പിടിക്കാം. ഡ്രസ്സിംഗ് ടൈറ്റായി കെട്ടരുത്. 4. ഈ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പ്രമേഹ രോഗിയുടെ കാലിലെ മുറിവിൽ വീട്ടുവൈദ്യം പരീക്ഷിക്കരുത്. മഞ്ഞൾ, താരം, പൗഡർ, ടൂത്ത് പേസ്റ്റ്, ഡെറ്റോൾ കോൺസെൻട്രേറ്റ്, സ്പിരിറ്റ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ വുണ്ടിൽ ഒഴിക്കുന്നത് ഒഴിവാക്കുക. ഇവ ചിലപ്പോൾ വുണ്ട് ടിഷ്യൂ ഡാമേജ് ചെയ്യുകയും ഇൻഫെക്ഷൻ കൂടാൻ കാരണം ആകുകയും ചെയ്യും. 5. രക്തസ്രാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ക്ലീൻ ഗോസ് ഉപയോഗിച്ച് 10 മിനിറ്റ് നേരം ജെൻറ്റിൽ പ്രഷർ കൊടുക്കുക. രക്തം നിൽക്കാത്ത പക്ഷം ഉടൻ നിയറസ്റ്റ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. 6. ഷുഗർ കൺട്രോൾ വളരെ പ്രധാനമാണ്. മുറിവ് പറ്റിയ ദിവസങ്ങളിൽ ബ്ലഡ് ഷുഗർ കൂടിയാൽ വുണ്ട് ഹീലിംഗ് കുറയും, ഇൻഫെക്ഷൻ റിസ്ക് കൂടും. അതുകൊണ്ട് ഷുഗർ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഡയബറ്റീസ് ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ്, ഇൻസുലിൻ ശരിയായി എടുക്കുക. ഷുഗർ വളരെ കൂടുതലാണെങ്കിൽ ഒരു ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്യണം. 7. ഒരു ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിൽ ഡോക്ടറിനെ കാണണം. നിയറസ്റ്റ് ഡോക്ടർ, കാഷ്വാലിറ്റി, സർജൻ, ഫിസിഷ്യൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണണം. കാരണം ഡയബറ്റിക് ഫുഡ് ഇഞ്ചറിയിൽ ഡിലേ ആണ് ഏറ്റവും അപകടകരം. മുറിവ് ചെറുതാണെന്ന് തോന്നിയാലും 24 മണിക്കൂറിനുള്ളിൽ ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും കാത്തിരിക്കരുത്. കാലിൽ ചുവപ്പ് കൂടുക, ചൂട് തോന്നുക, പസ് വരിക, ദുർഗന്ധം വരിക, ബ്ലാക്ക് കളർ വരിക, ഫീവർ വരിക എന്നിവ ഡേഞ്ചറസ് സൈൻസ് ആണ്. കാല് തണുത്തു പോവുക, നീല നിറമാകുക, വേദന കൂടുക. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ കാലിൽ ഇഞ്ചറി വന്നാൽ ഓർക്കേണ്ട 7 കാര്യങ്ങൾ. കാലിൽ വെയിറ്റ് കൊടുക്കരുത്. ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് സാവധാനം കഴുകുക. സ്റ്റെറൈൽ ഡ്രസ്സിംഗ് കൊണ്ട് മൂടുക. ഹോം റെമഡീസ് ഉപയോഗിക്കരുത്. ഷുഗർ കൺട്രോൾ ചെയ്യുക. ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിലും നിയറസ്റ്റ് ഡോക്ടർ, ഹോസ്പിറ്റലിൽ കാണുക. പ്രമേഹ രോഗിയുടെ കാലിലൊരു മുറിവ് ഒരിക്കലും ചെറുതായി കാണരുത്. A small wound can become a big problem, but correct first aid and early treatment can save the foot. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് തീർച്ചയായും അയച്ചു കൊടുക്കുക. താങ്ക് യു.